الرحمن الرحمن താഴ്ത്തി പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് ഹംസയാണ്. ചെരിക്കൊന്നും ചെയ്യരുത്. റ ഉയർത്തി പറയണേ. വായ നിറച്ച് ചുണ്ട് മുമ്പോട്ട് കൂർപ്പിക്കാതെ, ചുണ്ട് ഉപയോഗിക്കാതെ റോ ഉയർത്തി പറയണം. ശ്രദ്ധിക്കുക, ഉയർത്തി കട്ടി കൊടുത്ത് പറയുമ്പോൾ റ എന്ന് വരരുത് കേട്ടോ. അങ്ങനെ വരൂല. തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഹാഇന് സുക്കൂന് കൊടുക്കാണ്. അർറഹ്മാനി മീമും നൂനും താഴ്ത്തിയിട്ട്, മീമ് 2 കൗണ്ടേ നീട്ടാൻ പാടുള്ളൂ, കൂടാൻ പാടില്ല. അർറഹ്മാനി റഹീം. റോ ഉയർത്തി ഉച്ചരിക്കുക. റഹീം. ഹ താഴ്ത്തി ഉച്ചരിക്കുക. റഹീം. തരിമുക്കുന്ന് അവസാനിപ്പിക്കുക. മീമിന് സുക്കൂന് കൊടുക്കുന്നു, അതുകൊണ്ട് തരിമുക്കുന്ന് അവസാനിപ്പിക്കുക ഖൈഷമിന്റെ അക്ഷരം. പിന്നെ മീമിന് സുക്കൂന് കൊടുക്കുന്നു, തൊട്ട് മുമ്പ് യാ വരുന്നു, അതിന്റെ തൊട്ട് മുമ്പ് ഹാഇന് കസ്ർ വരുന്നു. അപ്പം അത് ആരിദുൽ സുക്കൂന് ഇവിടെയും വഖഫിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഞാനിപ്പോൾ 4 കൗണ്ടാണ് നിശ്ചയിച്ചത് എന്നുണ്ടെങ്കിൽ ആയത്തിലുടനീളം സൂറത്ത് അവസാനിക്കുന്നത് വരെ അത് ആരിദുൽ സുക്കൂന് എവിടെയൊക്കെ വരുന്നത് അവിടെയൊക്കെ 4 കൗണ്ട് കൊടുക്കണം. അപ്പോൾ തുടക്കത്തിൽ ഞാൻ 4 കൗണ്ട് കൊടുത്തുകൊണ്ട് തന്നെ റഹ്മാൻ റഹീം 4 കൊണ്ട് കൊടുത്ത് ഉച്ചരിക്കുന്നു, പാരായണം ചെയ്യുന്നു. അർറഹ്മാനിർ റഹീം. ഓക്കേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. നമ്മൾ ആവർത്തിക്കുകയാണ് അല്ലേ? ബിസ്മിയിലുള്ള അർറഹ്മാൻ റഹീം ഇവിടെയും ആവർത്തിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ നമുക്ക് ആ അള്ളാഹുവിനോടുള്ള ഹുബ്ബ് വരേണ്ടതാകുന്നു അല്ലേ? മനസ്സറിഞ്ഞിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ നമസ്കാരത്തിൽ ഖിറാത്ത് ചെയ്യേണ്ടതാകുന്നു. അർറഹ്മാനിർ റഹീം. ശ്രദ്ധിക്കുക, അർറഹ്മാനി എന്ന് പറയുമ്പോൾ നൂനിന് കെസറാണ്, സുക്കൂന് പോലെ ആകരുത്. താഴെ ചുണ്ട് ഫ്ലാറ്റ് ആയിരിക്കണം കേട്ടോ. അർറഹ്മാനിർ റഹീം. ഓക്കെ. ഒരിക്കലും അർറഹ്മാനിർ റഹീം കണ്ടോ, സുക്കൂനോ ദമ്മൊക്കെ ആയി പോയില്ലേ? അർറഹ്മാനിർ റഹീം.